വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ്റെ എല്ലാ പീസൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുഞ്ഞുള്ളിയും സബോളയും മല്ലിയിലയും തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് പൊടിച്ചും അരച്ചും കൂടെ എടുക്കണം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുകും പെരുംജീരകവും കൂടി ഇട്ടിട്ടൊന്ന് നമ്മൾ ഇതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് ഒന്നിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് സബോളയും കൂടി ഇടുകയാണ്. എന്നിട്ട് സബോള ഒന്ന് വഴറ്റി കൊടുത്ത് അതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് തക്കാളിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കുറച്ച് നേരം വഴന്ന് ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചതും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കുരുമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലാണ്. അപ്പം വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുകൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എത്രത്തോളം വഴറ്റിയെടുക്കാവോ അത്രത്തോളം വഴറ്റിയെടുത്താലാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കും. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, ചിക്കൻ മസാല ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഇടുമെന്ന് ചോദിച്ചാൽ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ നോർമലി ഇടാറില്ല. പക്ഷെ ഞാൻ ഇട്ടതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ ചിക്കൻ കറി കഴിക്കുമ്പോൾ ഇപ്പോൾ ഈ മല്ലിപ്പൊടി ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും പ്രത്യേകിച്ച് മാറാനൊന്നും പോകുന്നില്ല. അങ്ങനെ ആ ഒരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ആ പൊടിയെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് അതിലെ പച്ചമണം എല്ലാം ഒന്ന് മാറുമ്പോഴത്തേക്കിനും നമ്മൾ ചിക്കൻ്റെ പീസ് കഴുകി വെച്ചേക്കുന്നതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ ചിക്കൻ പീസ് ഫുള്ളൊന്ന് പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ബീൻസ് വയർ മെഴുക്കുവരട്ടിയും രസമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 1 മണിക്കൂർ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഒന്ന് മണ്ടയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഈസി ആയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മുടെ രസവും ബീൻസും എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.